ഹലോ ഡിയേഴ്സ്, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഈ ചപ്പാത്തി എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 25ാമത്തെ വർഷം ആഘോഷിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണമല്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് 25 വർഷമായി. എൻ്റെ വീട്ടിൽ കല്യാണത്തിന് മുമ്പ് ഒരിക്കൽ പോലും അമ്മ ചപ്പാത്തിയെ പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് ആർക്കും ചപ്പാത്തി ഉണ്ടാക്കാനും അറിയില്ല. അവിടെ പുട്ടും ദോശ ഇഡലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട മെനു ചപ്പാത്തിയാണ്. ചപ്പാത്തി പൊട്ടറ്റോ കറി, ചപ്പാത്തി പരിപ്പ് കറി, ചപ്പാത്തി മുട്ടക്കറി. അങ്ങനെ ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനും കുറേ ദിവസമൊക്കെ ഇങ്ങനെ അവരുണ്ടാക്കണ നോക്കിയൊക്കെ ഇരുന്നു. പിന്നെ പതുക്കെ പഠിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം. അദ്ദേഹം ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ സ്വന്തമായിട്ട് ചപ്പാത്തി പരത്തി കഴിച്ച ആളാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് ചപ്പാത്തിയൊക്കെ പരത്തി തരും, സഹായിക്കും. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പഠിച്ചു. വലിയ ആകൃതിയൊന്നും ഇല്ലെങ്കിലും ഒരുവിധമൊക്കെ ആക്കും. ഈ കടയിൽ നിന്ന് വാങ്ങണ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഒട്ടും കഴിക്കാൻ പറ്റാത്ത സാധനം, എന്ത് കറി ഉണ്ടെന്ന് പറഞ്ഞാലും. ഇങ്ങനെ സ്വന്തമായിട്ട് ആശീർവാദിൻ്റെ ആട്ട മേടിച്ച് സ്വന്തമായിട്ട് പരത്തി ഉണ്ടാക്കുന്ന സുഖം, അത് കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമല്ലേ. ഇന്ന് എനിക്ക് ചപ്പാത്തിയുടെ കൂടെ പരിപ്പ് കറിയും ആണ്. തക്കാളി ഇട്ട പരിപ്പ് കറി നല്ല രസമാണ്. തക്കാളി ദാലാണല്ലോ ശരിക്കും ചപ്പാത്തിയുടെ കഴിക്കണത്. ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ പാൻ വെച്ചു. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാനിടയ്ക്ക് ആ ഗ്യാസിലെ ഫ്ലെയിമിലേക്ക് കാണിക്കും. അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും ചപ്പാത്തി. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. 2 വിരലും കൊണ്ട് എടുത്ത് തിന്നാൻ പറ്റിയ ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്. അതുകൊണ്ട് ഇന്ന് തുടങ്ങി ഫ്രൂട്ട്സ് കഴിക്കാനും തീരുമാനിച്ചു. കുറച്ച് മാംഗോ ഒക്കെ ചെത്തി തിന്നാൻ പോവാണ്. ചപ്പാത്തി മാംഗോയും കൂടി. കാപ്പി ശീലമില്ല, അതുകൊണ്ട് കാപ്പി ഇല്ല, ചൂടുവെള്ളമാണ് പകരം. ഇപ്പം കാപ്പിക്ക് പകരം ചൂടുവെള്ളമൊക്കെ കുടിച്ച് മാങ്ങയൊക്കെ പൂളി ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇന്ന് ബന്ധൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോഴാണ് കുറച്ച് ചക്കപ്പഴമൊക്കെ കിട്ടിയത്. ബേബി ആൻറ്റി തന്നതാണ് ചക്കപ്പഴം. എന്തായാലും ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതും കൂടി കഴിച്ചേക്കാം, കുഴപ്പമില്ലോ. ഓക്കെ ഡിയേഴ്സ്.